നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച തൊടുപുഴയിൽ BJPയുടെ നേതൃത്വത്തിൽ ബഹുജന റാലിയും പ്രതിഷേധ യോഗവും നടത്തി. BJP ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൂഫാൻ 2026 കായികമേള വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തി. ഒളിമ്പ്യൻ സിനി ജോസ് ഉദ്ഘാടനം ചെയ്തു. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് UP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാതല ജൂബിലി ക്വിസ് ജൂലൈ 29 നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഗാ അലുമിനി മീറ്റ് ഇല്യൂം 2026 കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. യങ് ഡെമോക്രാറ്റ്സ് ഇടുക്കി ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. തൊടുപുഴയിൽ സംഘടിപ്പിച്ച യൂത്ത് അസംബ്ലിയിൽ വെച്ചാണ് ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. SDPI ജില്ലാ പ്രസിഡന്റ് KH അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൊടുപുഴയിൽ BJPയുടെ വമ്പിച്ച ബഹുജന റാലി നടത്തി. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിലാണ് സമാപിച്ചത്. പ്രകടന സമ്മേളനം BJP ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന് ഐക്യദാർഢ്യം അർപ്പിച്ച് BJP ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ വൻപിച്ച ബഹുജന റാലി സംഘടിപ്പിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുൻപിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിലാണ് സമാപിച്ചത്. പ്രകടന സമ്മേളനം BJP ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുറച്ച് ദിവസങ്ങളായി രാജ്യം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ജന്തർ മന്ദിറിൽ ഒരു സമരം അരങ്ങേറുകയുണ്ടായി. എന്നാൽ ആ സമരം എങ്ങനെ രൂപപ്പെട്ടു എന്ന് നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിൽ കൂടെയും ഏറെയും നവമാധ്യമങ്ങളിൽ കൂടി കണ്ടറിഞ്ഞ ഒരു സമരമായിരുന്നു. ആ സമരം നടത്താൻ വേണ്ടി ആകെ ചോദിച്ചത് 24 മണിക്കൂറാണ്. കാനഡയിൽ നിന്നും പറന്നിറങ്ങുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഈ സമരത്തിന് ഒരു അനുമതി പോലും തേടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമരം രൂപപ്പെടുന്നതിന് മുമ്പ് രാജ്യത്തെ ജസ്റ്റിസ് സൂര്യജി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ നാട്ടിലെ ജോലിയില്ലാതെ നടക്കുന്ന യൂട്യൂബേഴ്സും മറ്റുമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളൊരു ചോദ്യം ന്യായാധിപന്റെ ഭാഗത്തുനിന്നും ഉണ്ടായപ്പോൾ അതിനെ ഇന്നാട്ടിലെ ചെറുപ്പക്കാരുടെ വിഷയമായി ഉയർത്തി കാണിച്ച ഒരു ത്വരയുടെ ഭാഗമായിട്ടാണ് ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ഒരു ആഗോള പ്രശ്നമായിട്ട് ഇതിനെ കാണിക്കാൻ വേണ്ടി കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. വിഘടനവാദം നടത്തിക്കളയാം, രാജ്യത്തെ ചേരിതിരിച്ച് തല്ലി തകർത്ത് കളയാമെന്ന് വിചാരിക്കുന്ന കോൺഗ്രസിനോടും ഈ നാട്ടിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും ഒക്കെ ഞാനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് വേറെ ഒരു സംസ്ഥാനത്തിലും ഇടം കാണാതെ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്ന പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയോടും അദ്ദേഹത്തിന്റെ ബഹുമാനീയായ പെങ്ങളോടും ഒരു കാര്യം മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോൾ പറയാനുള്ളത്. നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ കുറെ കാലഘട്ടം ജെൻസിയൊക്കെ ഇന്ന് വരുന്നതിന് എത്രയോ കാലം മുമ്പ് സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് സംഘത്തിന്റെ നേതൃത്വത്തിലും അല്ലാതെയും ഈ നാട്ടിലെ പ്രിയപ്പെട്ട BJP പ്രവർത്തകർ
പലകുറി നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ 12 വർഷം എത്തി നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം ഭാരതത്തിനെ ദേശീയതയിൽ നിന്നും വിദേശികളുടെ ഇടയിലും പ്രിയമുള്ളതായി മാറ്റിയിരിക്കുന്നത്. നൂറുകണക്കിന് BJP പ്രവർത്തകർ പങ്കെടുത്ത പരിപാടിയിൽ കേന്ദ്ര സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുകയും കോക്രോച്ച് ജനതാ പാർട്ടിക്കും പ്രതിപക്ഷ പാർട്ടികൾക്കുമെതിരെ പ്രതിഷേധമുയർത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൂഫാൻ 2026 കായികമേള വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തി. ഒളിമ്പ്യൻ സിനി ജോസ് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA മത്സരങ്ങളുടെ കിക്ക് ഓഫ് നിർവഹിച്ചു. ഇടുക്കി MLA റോയ് കെ പൗലോസ് ദീപശിഖ തെളിയിച്ചു. ഇടുക്കി ജില്ലയുടെ വാണിജ്യ കേന്ദ്രമായ തൊടുപുഴയിൽ ആവേശത്തിന്റെ തിരമാല സൃഷ്ടിച്ച് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൂഫാൻ 2026 കായികമേളയ്ക്ക് തിരിതെളിഞ്ഞു. വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സലീംകുട്ടിയുടെ അധ്യക്ഷതയിൽ ഒളിമ്പ്യൻ സിനി ജോസ് തൂഫാൻ 2026 ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി മാഫിയയെ ഇല്ലാതാക്കുക, അതോടൊപ്പം വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സുരക്ഷിതരാക്കുക, നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ലഹരി ഉപയോഗം നമ്മുടെ ആരോഗ്യത്തെയും കുടുംബത്തെയും അതോടൊപ്പം സമൂഹത്തെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഈ പോരാട്ടത്തിൽ നമുക്കും പങ്കുചേരാം. ലഹരി എന്ന് പറയുന്നത് സ്പോർട്സായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഓരോ വിദ്യാർത്ഥികൾക്കും കളിസ്ഥലങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കേരള സർക്കാർ അതിനും കൂടി ഒരു മുൻതൂക്കം കൊടുക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് മത്സരങ്ങളുടെ കിക്ക് ഓഫ് നിർവഹിച്ചു. ഇടുക്കി MLA റോയ് കെ പൗലോസ് ദീപശിഖ തെളിയിച്ചു. KVVES പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ, DYSP ബൈജു, KVVES ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. റോട്ടറി പ്രസിഡന്റ് ബെന്നി ലിമൂട്ടിൽ, വർക്കിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ്, ജനറൽ സെക്രട്ടറി ജിമ്മി കുര്യൻ, ട്രഷറർ EA അഭിലാഷ്, വൈസ് പ്രസിഡന്റുമാരായ സെയ്ദ് മുഹമ്മദ് വടക്കേയിൽ, സിനിമോൻ, സെക്രട്ടറിമാരായ MB താജു, B സജിത്തുകുമാർ, ജോസ്ലറ്റ് മാത്യു, വ്യാപാരി വ്യവസായി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് PS മോഹൻദാസ്, വ്യാപാരി വ്യവസായി ഇടുക്കി ജില്ലാ സെക്രട്ടറി സാരി S മുഹമ്മദ് എന്നിവർ ആശംസകൾ നേർന്നു. മുൻ ദേശീയ ഫുട്ബോൾ താരങ്ങൾ അണിനിരന്ന പ്രദർശന മത്സരവും നടന്നു. ജോപോൾ അഞ്ചേരി, M സുരേഷ് എന്നിവർ നയിക്കുന്ന ജിംഖാന തൃശൂർ ടീമും NB പ്രദീപ് നയിക്കുന്ന തൂഫാൻ വാരിയേഴ്സ് ഇടുക്കിയും നേർക്കുനേർ ഏറ്റുമുട്ടി. തൂഫാൻ വാരിയേഴ്സിനു വേണ്ടി നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLAയും ഇടുക്കി MLA റോയ് കെ പൗലോസ് MLAയും ബൂട്ടണിഞ്ഞു. യൂത്ത് ലെവൽ വനിതാ ഫുട്ബോൾ പ്രദർശന മത്സരവും നടന്നു. 60 വയസ്സിന് മുകളിലുള്ള വ്യാപാരികൾക്കായുള്ള പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും നടന്നു. കേരള പോലീസ് ആവിഷ്കരിച്ചിട്ടുള്ള തൂഫാൻ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ പ്രചരണാർത്ഥം ആവിഷ്കരിച്ചിട്ടുള്ള മർച്ചന്റ് അസോസിയേഷനും ആഭിമുഖ്യത്തിൽ റോട്ടറി ക്ലബും അതുപോലെ തന്നെ കേരള പോലീസും കൈകോർക്കുന്ന വാരിയേഴ്സ് ഫുട്ബോൾ മത്സരം ജിംഖാന തൃശ്ശൂരും തൂഫാൻ വാരിയേഴ്സ് ഇടുക്കിയും തമ്മിലാണ് മത്സരം. 2 മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്മാർ 2 ദിശകളിലായി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന കൊക്കോത്തൈ വിതരണ ധനസഹായ പദ്ധതിയായ ഹരിത സമൃദ്ധിയുടെ ബ്ലോക്ക് തല കൊക്കോത്തൈ വിതരണ ഉദ്ഘാടനം നടന്നു. വെൺമണി MC ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ചിന്നി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കശുമാവ് കൊക്കോ വികസന കാര്യാലയത്തിന്റെ ധനസഹായത്തോടെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന കൊക്കോത്തൈ വിതരണ ധനസഹായ പദ്ധതിയായ ഹരിത സമൃദ്ധിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനമാണ് വെൺമണി MG ഹാളിൽ നടന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷത വഹിച്ച യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. കൊക്കോ തൈ എന്നുള്ളതാണോ സബ്സിഡി എന്നുള്ളതാണോ നിങ്ങളെ കൂടുതൽ ആകർഷിച്ചത് എന്നൊരു ചോദ്യം ബാക്കി നിൽക്കെ ഈ തൈകൾ ഇവിടെ എത്തുമ്പോൾ ഞങ്ങളെല്ലാവരും ഈ തൈയുടെ വളർച്ചയെയും നാളെ സമൃദ്ധമായ ഒരു വിളവിനെയും ഹരിത സമൃദ്ധി എന്ന പേര് ഇട്ടതുപോലെ തന്നെ സമൃദ്ധമായ ഒരു വിളവിനെയും മുൻപിൽ കണ്ട് അതിനെ ആശിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. കൊക്കോയിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തിയ ഒരു കുടുംബത്തിലെ അംഗം തന്നെയാണ് ഞാനും.
നമുക്കറിയാം നമ്മുടെ കഞ്ഞിക്കുഴിയുടെ പ്രദേശങ്ങളിലാണ് ഏറ്റവും അധികമായി ഈ ചുറ്റുവട്ടങ്ങളിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും അധികമായി കൊക്കോ കൃഷി നിലവിൽ സ്ഥിതിയുള്ളത്. മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഏലം ഉൾപ്പെടെയുള്ള നാണ്യവിളകൾ കയർന്നു കയറിയപ്പോഴും കൊക്കോ കൃഷി ഇപ്പോഴും പരിപാലിച്ചു വരുന്ന നല്ലൊരു സമൂഹം നമ്മുടെ കഞ്ഞിക്കുഴി മേഖലയിലുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഷൗജാമോൾ പി കോയ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ അജിത് കുമാർ, ബിജു നിള, ടെസി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിൻസ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു. കാഡ്ബറി സാങ്കേതിക വിദഗ്ധരും നിരവധി കൊക്കോ കർഷകരും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയത് ചോദ്യം ചെയ്തതിന് കെട്ടിട ഉടമയ്ക്ക് മർദ്ദനമേറ്റു. വിൽപ്പന നടത്തിയ വ്യാപാരിയുടെ സുഹൃത്താണ് തന്റെ സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ചതെന്ന് വണ്ടിപ്പെരിയാർ മഞ്ചുമലയിൽ താമസിക്കുന്ന വിശ്വനാഥൻ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. വണ്ടിപ്പെരിയാർ മഞ്ചുമല ദേവീക്ഷേത്രത്തിന് സമീപം സ്വകാര്യ ലോഡ്ജ് നടത്തിവരുന്ന വ്യക്തിയാണ് വിശ്വനാഥൻ. ലോഡ്ജിന്റെ താഴെയുള്ള മുറികൾ വ്യാപാര സ്ഥാപനത്തിനു വേണ്ടി വാടകയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പാൻ മസാല പോലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇതിവിടെ വിൽക്കാൻ കഴിയില്ലെന്ന് കടയുടെ നടത്തിപ്പുകാരനോട് പറയുകയും ചെയ്തു. പിന്നീട് ഇവർ തമ്മിൽ ചെറിയ തോതിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായി. തുടർന്നാണ് വ്യാപാര സ്ഥാപനം നടത്തുന്ന ഷിൻഡോയുടെ സുഹൃത്തായ മഞ്ചുമല സ്വദേശി ദിലീപ് പ്രശ്നത്തിൽ ഇടപെട്ടത്. തുടർന്ന് വാക്കുതർക്കം കയ്യാങ്കളിയിൽ കലാശിച്ചു. മർദ്ദനത്തിൽ വിശ്വനാഥന്റെ മുഖത്തെ എല്ലിന് പൊട്ടലുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ പിന്നീട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ CCTV അടക്കം പരിശോധിച്ചതിൽ നിന്നും യാദൃശ്ചികമായി നടന്ന വാക്കുതർക്കത്തിലുണ്ടായ മർദ്ദനമാണെന്നും അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ പ്രതിയെ വിട്ടയക്കാമെന്നുമായിരുന്നു പോലീസ് പറഞ്ഞത്. എന്നാൽ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ചോദ്യം ചെയ്തതിന് മർദ്ദിച്ചതിൽ നീതി ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഇടുക്കി SP-ക്കും അതോടൊപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിശ്വനാഥൻ. എൻ്റെ കെട്ടിടത്തിലെ ഒരാൾ കാസിനോ സഭാഷങ്ങൾ വെച്ചുകൊണ്ടിരുന്നു. അവർ മറ്റേ പുകയില കച്ചവടമായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടു. 2 പ്രാവശ്യം 3 പ്രാവശ്യം വാണിംഗ് കൊടുത്തു. അത് അനുസരിച്ചില്ല. അന്ന് ഞാൻ നേരിട്ട് കണ്ടു. അപ്പോഴാണ് മാറാൻ പറഞ്ഞു. നീ മാറാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ മാറിയ പറ്റിൻ്റെ അപ്പം പറ്റെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. തെരുവ് വിളിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞാൽ ഇവൻ വന്നിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ കടയിൽ നീ ഉണ്ടാക്കാൻ വേണ്ടാന്ന് പറഞ്ഞു. തെരുവ് വിളിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഇറങ്ങി ചോദിച്ചു എന്നെ വിളിക്കുന്ന കാരണം. അവൻ പറഞ്ഞു ഞാൻ തെരുവ് വിളിക്കൂടാ, ഒരു പണി നോക്കടാന്ന് പറഞ്ഞു. ഞാൻ മേടിക്കുന്നത് ആ തെരുവ് വിളിച്ച് റൂമിൽ കയറ്റാണ് ഞാൻ തല്ലിയതും. അവൻ്റെ കൈ കത്തി ഉണ്ടായിരുന്നു. കത്തി കൊണ്ട് നോക്കട്ടെ, കത്തി കപ്പ് അതുകൊണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് ഞാൻ വന്നപ്പോൾ ഗേറ്റ് അടച്ചപ്പോൾ അതിനെ വലിച്ചിട്ട് അടിച്ചത്. തലയ്ക്കും പൊട്ടിച്ച് എല്ലാം പൊട്ടി തന്നു, എല്ലാം തന്നു. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജ് വരെ പൊട്ടണം വെച്ചുകൊണ്ടിരിക്കുമ്പം പറ്റികൾ ഇന്നലെ ഞാൻ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ തന്നെ 4-5 മണിയായി. 11 മണി വരെ 10 വരെ പോലീസ് നിർത്തിയിട്ട് അവസാനം എന്നെ പറഞ്ഞു വിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വാന്ന് പറഞ്ഞ് എന്നെ ഒപ്പിടിപ്പിച്ചിട്ട് അവസാനം മറ്റേ മൊഴിപ്പറപ്പ് കൊടുത്തപ്പോൾ ചോദിച്ചു തന്നില്ല. എന്നിട്ട് അവസാനം എഴുതി ഒപ്പിട്ടെന്ന് പറഞ്ഞ് 10 ഒപ്പിട്ട് പറഞ്ഞു മൊഴിപ്പറപ്പ് തന്നില്ല. എപ്പോഴും ചോദിച്ചു തന്നില്ല. അതിന് ജാമ്യം കൊടുത്ത് കൊടുത്തിട്ട് ഞാനൊരു പട്ടയക്കാരല്ലേ, അവർക്ക് എന്ത് ചെയ്യാമല്ലോ. പട്ടയക്കാരെ ഉപദ്രവിക്കാൻ ഏത് ഭരണം പ്രശ്നമില്ലല്ലോ, അത് ചോദിക്കാനാളില്ലല്ലോ. അത് കുഴപ്പമില്ല, നല്ല പോലീസാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോഴിപ്പള്ളി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നീതി മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനം നടത്തുകയും മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. കോഴിപ്പള്ളി സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ ആരംഭിച്ച മെഡിക്കൽ ലാബ് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ അധ്യക്ഷത വഹിച്ചു. കോഴിപ്പള്ളി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നീതി മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനം നടത്തുകയും മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനം നൽകുകയും ചെയ്തു. കോഴിപ്പള്ളി സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ ആരംഭിച്ച മെഡിക്കൽ ലാബ് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് മുൻകൂട്ടി അസുഖങ്ങളെ കണ്ടെത്തുവാൻ അല്ലെങ്കിൽ തിരിച്ചറിയുവാൻ സാധിക്കുക എന്ന് തന്നെയാണ്. മുൻകാലങ്ങളിൽ ലക്ഷണങ്ങൾ കണ്ട അസുഖങ്ങൾ വിലയിരുത്തിയിരുന്ന ഡോക്ടർമാർ അല്ലെങ്കിൽ വൈദ്യന്മാരുണ്ടായിരുന്ന കാലത്തെ അപേക്ഷിച്ച് ഇന്നേറെ ടെസ്റ്റുകൾ നമ്മുടെ ഒരു രോഗം കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് നൽകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ ഒരു അവസരത്തിൽ സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ് മുതൽ പ്രിവെന്റീവ് മെഷേഴ്സ്, ശരീരത്തിന്റെ എല്ലാവിധ പ്രിവെന്റീവ് മെഷേഴ്സ്, നമുക്ക് ഏതെങ്കിലും അസുഖമുണ്ടോ എന്ന് മുൻകൂട്ടി കണ്ടെത്തുവാൻ സാധ്യമാകുന്ന രാജ്യാന്തര നിലവാരമുള്ള എല്ലാ ടെസ്റ്റുകളും നമ്മുടെ കോഴിപ്പള്ളി നീതി മെഡിക്കൽ ലാബിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ മികച്ച വിജയം നേടിയ കുട്ടികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു.
ഫർഹാന ബാബു ആൻസി ഹാരിസ്. ഹരികൃഷ്ണൻ രാജേഷ് നമ്മുടെ ഇവിടുത്തെ സീനിയർ മെമ്പറായ ജോണാണ് അടുത്തത്. ആധവ് ബിജു, സെക്രട്ടറി ഗൗരി നന്ദേഡ്, ജൊഹാന ബേസിൻ, ട്രേസി മരിയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ യൂസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ ഹാൻസി ആരിസ്, സജിത ഗോപി, എൻ വി ബിനോയ്, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എൽദോസ് കെ എം, ജയൻ കെ പി, മിഥുൻ മണി, സിജി വില്യം, ഷെർലി കുര്യാക്കോസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ നിസാർ ഇറക്കൽ, ഷാജി വർഗീസ്, ജോണി പോൾ, ബാങ്ക് സെക്രട്ടറി ഉമാദേവി കെ വി, അസിസ്റ്റന്റ് സെക്രട്ടറി ബിനിൽ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. കോതമംഗലം എക്സൈസ് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് ഇബ്രാഹിം ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ജോർജ് കുട്ടി നെല്ലാപ്പാറ രചിച്ച പൊന്നൊഴുകും തോട് പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. സഫാരി ചാനൽ MD സന്തോഷ് ജോർജ് കുളങ്ങര പുസ്തക പ്രകാശനം നിർവഹിച്ചു. BMH ഹോസ്പിറ്റൽ ജനറൽ സർജൻ ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാട്ട് പുസ്തകം ഏറ്റുവാങ്ങി. കോട്ടയം സിഗ്നേച്ചർ പബ്ലിക്കേഷൻസ് MD PO മോഹനൻ പുസ്തക അവതരണം നടത്തി. ജോർജ് കുട്ടി നെല്ലാപ്പാറ രചിച്ച പൊന്നൊഴുകും തോട് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കരിങ്കുന്നം പുത്തൻപള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. സഫാരി ചാനൽ MD സന്തോഷ് ജോർജ് കുളങ്ങര പുസ്തക പ്രകാശനം നിർവഹിച്ചു. BMH ഹോസ്പിറ്റൽ ജനറൽ സർജൻ ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാട്ട് പുസ്തകം ഏറ്റുവാങ്ങി. ഞാൻ എനിക്ക് കഴിഞ്ഞ ദിവസം ആ പുസ്തകം ലഭിച്ചു. മുഴുവൻ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വായിച്ചിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ലെങ്കിലും ഞാനത് ആദ്യത്തെ പേജിൽ വായിച്ചു. സ്റ്റുഡിയോയിൽ ഒരു റെക്കോർഡിംഗ് ഇരിക്കുന്ന സമയത്ത് ആണ് ഞാൻ എൻ്റെ കൈ കൊണ്ടുപോയത്. സ്റ്റുഡിയോയിൽ ചെന്ന് റെക്കോർഡിംഗ് തുടങ്ങിക്കഴിഞ്ഞ് എൻ്റെ ഒരു പ്രോഗ്രാം തന്നെയാണ്. ആ പിന്നെ ഇടയ്ക്കുള്ള ഇടവേളയിൽ ഞാൻ ഇതിൽ വായിക്കാം എന്ന് വിചാരിച്ച് വായിച്ചു. അത് അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കുള്ള ഒരു ഇറ്റലിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അന്ന് അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഏതായാലും ഞാൻ ആ ഒരു പേര് വായിക്കാൻ വിചാരിച്ച് തുടങ്ങിയത് അദ്ദേഹം ഫ്രാൻസിലെ പാരീസിലെ ചാൾസ് ഡി ഗോൾ എയർപോർട്ടിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് കോട്ടയം സിഗ്നേച്ചർ പബ്ലിക്കേഷൻസ് MD PO മോഹൻ പുസ്തക അവതരണം നടത്തി. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ KG ദിനകർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി ജോമോൻ, കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജി ഫിലിപ്പ്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK തോമസ്, നെടിയകാട് ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരി റവറൻ ഫാദർ ജോസഫ് നിരവത്ത്, നോവലിസ്റ്റ് ബാറ്റൻ ബോസ്, തൊടുപുഴ പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോലിൽ, ലൈബ്രറി കൗൺസിലിലെ ജോർജ് അഗസ്റ്റിൻ, ഗ്രന്ഥകർത്താവ് ജോർജ് കുട്ടി നെല്ലാപ്പാറ, മേഘ്ന ദിനകർ എന്നിവർ ആശംസകൾ നേർന്നു. അതുകൂടാതെ സന്തോഷം വന്നതുപോലെ അനുഭവങ്ങളുടെ ഒരു കൂമ്പാരമാണ്. എനിക്ക് അതിനകത്ത് നല്ല അനുഭവങ്ങൾ പോകാം. ഇതിലെ ഒരു 2-3% കൂടുതലൊന്നും ജോർജ് കുട്ടി തിരിച്ചതായിട്ട് അതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി. ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ സുനിൽ തോമസ് സ്വാഗതവും ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ റെജി പി തോമസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഹൈദരാബാദ് ദീപ്തി ഗ്രൂപ്പ് ഓഫ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള BSc നഴ്സിംഗ്
GNM, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നഴ്സിംഗ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ദീപ്തി ഗ്രൂപ്പ് ഓഫ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്കായി അവസരം ഒരുക്കുന്നു. ഹൈദരാബാദ് ദീപ്തി ഗ്രൂപ്പ് ഓഫ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ 2026-2027 അധ്യയന വർഷത്തേക്കുള്ള BSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc, MSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വിജയകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ഇതിനോടകം 1000-ലധികം വിദ്യാർത്ഥികൾ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തു വരുന്നു. മലയാളി അധ്യാപകരുടെയും ഹോസ്റ്റൽ വാർഡന്മാരുടെയും മേൽനോട്ടത്തിൽ പൂർണ്ണ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യമൊരുക്കി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം കേരള ഭക്ഷണവും ലഭ്യമാക്കുന്നു. അന്തർദേശീയ നിലവാരത്തിലുള്ള ക്ലാസ് മുറികൾ, ആധുനിക ലബോറട്ടറികൾ, സ്വന്തം ആശുപത്രിയിലും പ്രമുഖ മെഡിക്കൽ കോളേജുകളിലും ക്ലിനിക്കൽ പരിശീലനം എന്നിവയും ലഭ്യമാക്കുന്നു. കൂടാതെ കോഴ്സിന്റെ ഭാഗമായി IELTS, OET പരിശീലനവും സൗജന്യമായി നൽകി വരുന്നു. കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള അവസരത്തോടൊപ്പം വിദ്യാഭ്യാസ വായ്പാ സൗകര്യവും ലഭ്യമാക്കുന്നു. പഠന കാലയളവിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ പ്ലേസ്മെന്റും ഉറപ്പാക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് K. ചെറിയാൻ ബേബി. ഞാൻ ദീപ്തി ഗ്രൂപ്പ് ഓഫ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ മലയാളി വിദ്യാർത്ഥികളുടെ കോർഡിനേറ്ററാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായി ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ കേരളത്തിൽ നിന്ന് ഏകദേശം 500ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് 3-ലേറെ ബ്രാഞ്ചുകളുണ്ട്. ഹൈദരാബാദ്, അതുപോലെ നൽഗോണ്ട, ഇവിടെല്ലാം വിവിധ ബ്രാഞ്ചുകളിലായി ഏകദേശം 5ഓളം നഴ്സിംഗ് കോളേജുകളും 6ഓളം ജനറൽ നഴ്സിംഗ് GNM സ്കൂൾ ഓഫ് നഴ്സിംഗുകളുമാണ് ഉള്ളത്. ഈ സ്ഥാപനത്തിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനമായ കാരണം ഫീസ് വളരെ കുറവാണെന്നുള്ളതാണ്. സാധാരണക്കാരായ കുട്ടികൾക്ക് ബാങ്ക് ലോൺ വഴി അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കെല്ലാം അറിയാം, സാധാരണ കൂലിപ്പണിക്കാരായ ആളുകളുടെ കുട്ടികൾക്കും ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കേരളത്തിൽ നിന്നും കോട്ടയം ജില്ല, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം എന്നീ ജില്ലകളിൽ നിന്നായി ഏകദേശം 500ഓളം പെൺകുട്ടികൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. മലയാളി വാർഡന്മാർ നേതൃത്വം നൽകുന്ന ഹോസ്റ്റലുകൾ, അതുപോലെ കേരള ഭക്ഷണം എന്നിവ ഹോസ്റ്റലിൽ ലഭ്യമാണ്. കുട്ടികൾക്ക് ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ കോളേജുകളിൽ ക്ലിനിക്കൽ പ്രാക്ടീസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം പോലുള്ള 6 മാസം ഹോസ്പിറ്റലുകളിൽ നിർത്തിക്കൊണ്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ IELTS, OET, ജർമ്മൻ ക്ലാസ്സുകൾ ഫ്രീ ആയി അവർക്കെടുത്ത് കൊടുക്കുന്നുണ്ട്. അതുവഴി ഫോറിൻ പ്ലേസ്മെൻറ്റ് കൂടെ ഈ കുട്ടികൾക്ക് മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ നേടിയെടുക്കാൻ കഴിയും. ഇവിടെ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു കുട്ടിക്കും യാതൊരുവിധ പൈസ മുടക്കാതെയും ഈ ഫ്രീ കോച്ചിങ്ങിൽ, ഈ ഫോറിൻ ലാംഗ്വേജ് കോച്ചിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. 1-ാം വർഷത്തെ ക്ലാസ് തുടങ്ങുന്നതോടൊപ്പം തന്നെ അവർക്ക് ജർമ്മൻ, ഇംഗ്ലീഷ് ബേസിക് ട്രെയിനിങ് എല്ലാം ഫസ്റ്റ് ഇയറിൽ തന്നെ ഫ്രീ ആയിട്ട് ഈ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ BSc നഴ്സിംഗിനോ GNMനോ ദീപ്തി ഗ്രൂപ്പിൽ ചേർന്നാൽ തീർച്ചയായും അവർക്ക് ജർമ്മനിയിലോ മറ്റേത് വിദേശ രാജ്യങ്ങളിലോ വേറെ ആരുടെയും ഇടപെടലില്ലാതെ തന്നെ ജോലി കരസ്ഥമാക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ അവസരം എല്ലാവരും
വിനിയോഗിക്കണം എന്ന് അപേക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്ഥാപനത്തിൻ്റെ തന്നെ നേരിട്ടുള്ള ഇൻഫർമേഷൻ സെൻ്ററുകളിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ: വണ്ണപ്പുറം 0486 246409, കുറവിലങ്ങാട് 04822 299 കോട്ടയം 04821 2546 മൊബൈൽ നമ്പർ 944 02 46 409. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഗാ അലുമിനി മീറ്റ് ഇല്യൂം 2026 കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മെഗാ സംഗമം ഇല്യൂം 2026 ശ്രദ്ധേയമായി. മുൻ പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, അനധ്യാപക ജീവനക്കാർ, വിവിധ ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ കുടുംബസമേതം പങ്കെടുത്ത സംഗമം ഓർമ്മകളുടെയും പങ്കുവയ്ക്കലിനും സൗഹൃദങ്ങളുടെ പുതുക്കലിനും വേദിയായി. കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റോബോട്ടിക്സും സൈബർ സെക്യൂരിറ്റിയും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് അപേക്ഷിക്കാൻ വേണ്ടി ശക്തമായ ആവശ്യം മാനേജ്മെന്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കോർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സും ഈ വർഷം വിശ്വജ്യോതിയിലെ എല്ലാ കോഴ്സുകളും ഫുള്ളായി കഴിഞ്ഞു, ഫില്ലായി എന്നുള്ള പറയാൻ ആശിക്കുകയാണ്. 60 സീറ്റോടെ ആരംഭിച്ച ഹോട്ടൽ മാനേജ്മെന്റ് അത് 90 ഇപ്പം 120 സീറ്റാക്കി കുട്ടികളെ മുഴുവൻ ഉൾക്കൊള്ളാനും സാധിക്കാത്ത വിധത്തിലുള്ള അന്വേഷണങ്ങളും ഡിമാൻഡ്സും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾക്കെല്ലാം ഫ്രീ വിമാന ടിക്കറ്റ് കൊടുത്ത് ഖത്തറിലും സൗദി അറേബ്യയിലുമാണ് ഇന്റേൺഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ MBA പ്രോഗ്രാമുകൾ. ഞാൻ പറയാൻ കാരണം 25 വർഷം മുന്നേ ഈ കോളേജിൽ വന്നിട്ട് പഠനം കഴിഞ്ഞ് ഇറങ്ങിയവർ, കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയവർ ഉൾപ്പെടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ അറിവിലേക്ക് പറയാനുള്ളത് ഈ കോളേജ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ടർ റവറൻ ഡോക്ടർ പോൾ പാറത്താഴം, കോളേജ് ട്രസ്റ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP, കോളേജിന്റെ ആദ്യ മാനേജർ റവറൻ ഫാദർ തോമസ് മലേക്കുടി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നവീൻ ജേക്കബ്, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ CN പൗലോസ്, അലുമിനി അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥ് ഷെല്ലി, വൈസ് പ്രസിഡന്റ് മൃദുൽ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ സോമി P. മാത്യു, ആദ്യ കോളേജ് യൂണിയൻ ചെയർമാൻ ജോസ് G. വാച്ചപ്പറമ്പിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അരവിന്ദ് S. എന്നിവർ സംസാരിച്ചു. കോളേജിന്റെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ മുൻ പ്രിൻസിപ്പൽമാരെയും ആദ്യ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. അലുമിനി അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന അലുമിനി ന്യൂസ് ലെറ്റർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മൃദുൽ ജോർജ് കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിന് നൽകി പ്രകാശനം നിർവഹിച്ചു. രജത ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സംഗമത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിട്ട വിശ്വജ്യോതിയുടെ വളർച്ചയിലും പാരമ്പര്യത്തിലും അഭിമാനം പങ്കുവച്ചുകൊണ്ടാണ് സംഗമം സമാപിച്ചത്. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് UP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലാതല ജൂബിലി ക്വിസ് 29-ന് നടക്കും. ഒരു വർഷം നീളുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി സ്മരണികയും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1976 സ്ഥാപിതമായ പാണ്ടിപ്പാറ സെന്റ് ജോസഫ് UP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ മുന്നോടിയായി ജൂബിലി ക്വിസ് 2026 എന്ന പേരിൽ UP വിഭാഗം കുട്ടികൾക്കായി ജില്ലാതല ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം 29-ന് സ്കൂളിൽ വെച്ച് നടത്തുമെന്ന് കമാഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു,
ഹെഡ്മിസ്ട്രസ് ആൻസി തോമസ് എന്നിവർ അറിയിച്ചു. സുവർണ ജൂബിലിയുടെ ഭാഗമായി സ്കൂളിന്റെ ചരിത്രവും വളർച്ചയും നേട്ടങ്ങളും മുൻകാല അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന സ്മരണിക തയ്യാറാക്കുമെന്നും ഇതോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുമെന്നും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ ആഘോഷങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന കുട്ടിക്ക് 5000 രൂപയും ഫലകവും, 2ാം സ്ഥാനം നേടുന്ന കുട്ടിക്ക് 3000 രൂപയും സർട്ടിഫിക്കറ്റും, 3ാം സ്ഥാനം കിട്ടുന്ന കുട്ടിക്ക് 2000 രൂപയും സർട്ടിഫിക്കറ്റും നൽകും. ജൂലൈ മാസം 29-ാം തീയതി ബുധനാഴ്ച 10:30 സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ വെച്ച് ഇടുക്കി ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി ഒരു ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഓരോ സ്കൂളിൽ നിന്നും 2 കുട്ടികൾ വീതമടങ്ങുന്ന ഒരു ടീമിന് പങ്കെടുക്കാവുന്നതാണ്. 1ാം സ്ഥാനം നേടുന്ന ടീമിന് തങ്കമണി പർപ്പിൾ ഹോംസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന 5000 രൂപയും ട്രോഫിയും, 2ാം സ്ഥാനം നേടുന്ന ടീമിന് കാമാക്ഷി സെന്റ് മേരീസ് ഇൻഡസ്ട്രീസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന 3000 രൂപയും സർട്ടിഫിക്കറ്റും, 3ാം സ്ഥാനം നേടുന്ന ടീമിന് തങ്കമണി പൊന്നൂസ് ഡാൻസ് കളക്ഷൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന 2000 രൂപയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ PA ജോസഫ്, തോമസ് അബ്രഹാം, ജെമിൻ ജേക്കബ്, ലിമിയ തോമസ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കട്ടപ്പന DYSP-ആയി റെജി M. കുന്നിപ്പറമ്പിൽ ചുമതലയേക്കും. തിരിച്ചെത്തുന്നത് ഹൈറേഞ്ചിന്റെ പരിചിതനായ ഉദ്യോഗസ്ഥൻ. ഇടുക്കി ജില്ലയിലെ ക്രമസമാധാന പാലനത്തിൽ മുൻപും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കത്തിൽ കുമളിയിൽ സബ് ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം പിന്നീട് കട്ടപ്പന, മൂന്നാർ, നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടറായും പ്രവർത്തനം നടത്തി. നിലവിൽ മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP-ആയി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കട്ടപ്പന സബ് ഡിവിഷന്റെ പുതിയ DYSP-ആയി റെജി M. കുന്നിപ്പറമ്പിൽ ചുമതലയേൽക്കും. മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP-ആയി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പോലീസ് വകുപ്പിലെ പൊതുസ്ഥലമാറ്റത്തിന്റെ ഭാഗമായാണ് പുതിയ നിയമനം. ഇടുക്കി ജില്ലയിലെ ക്രമസമാധാന പാലനത്തിൽ മുൻപും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് റെജി M. കുന്നിപ്പറമ്പിൽ. ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കത്തിൽ കുമളിയിൽ സബ് ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം പിന്നീട് കട്ടപ്പന, മൂന്നാർ, നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനുകളിൽ ഇൻസ്പെക്ടറായും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. കട്ടപ്പനയിൽ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കാലയളവിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. മുൻപ് SI-ആയും CI-ആയും ജോലി ചെയ്ത അതേ മേഖലയിലേക്ക് സബ് ഡിവിഷൻ തലവനായാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കുറ്റാന്വേഷണ രംഗത്തെ മികവിന് പേരുകേട്ട ഉദ്യോഗസ്ഥനായ അദ്ദേഹം സംസ്ഥാനത്തെ ഞെട്ടിച്ച പല കേസുകളിലും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. മലപ്പുറം ക്രൈംബ്രാഞ്ചിൽ സേവനമനുഷ്ഠിക്കവേ താനൂർ കസ്റ്റഡി മരണക്കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. കൂടാതെ ഇടുക്കിയിൽ ചൈൽഡ് ലൈൻ കൗൺസിലർ വ്യാജ പീഡന പരാതി ചമച്ച് അധ്യാപികയെ കുടുക്കാൻ ശ്രമിച്ച കേസ് തെളിയിച്ചതും ഇദ്ദേഹത്തിന്റെ അന്വേഷണ മികവിന് ഉദാഹരണമാണ്. കോട്ടയം ജില്ലയിൽ വിജിലൻസ്, ക്രൈംബ്രാഞ്ച് വിഭാഗങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഹൈറേഞ്ച് മേഖലയെക്കുറിച്ച് കൃത്യമായ ധാരണയും ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. യങ് ഡെമോക്രാറ്റ്സ് ഇടുക്കി ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. തൊടുപുഴയിൽ സംഘടിപ്പിച്ച യൂത്ത് അസംബ്ലിയിൽ വെച്ചാണ് ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. SDPI ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KH അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ജനാധിപത്യ അവകാശങ്ങൾ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യങ് ഡെമോക്രാറ്റ്സ് സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സിനിമൻ കൗണ്ടി റെസിഡൻസിൽ സംഘടിപ്പിച്ച യൂത്ത് അസംബ്ലിയിൽ ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. യുവജനങ്ങളുടെ അവകാശങ്ങൾ, സമകാലിക സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്ത അസംബ്ലിയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ പങ്കെടുത്തു. യൂത്ത് അസംബ്ലി SDPI ജില്ലാ പ്രസിഡന്റ് KH അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അതിഭയങ്കരമായ ജനാധിപത്യ ധ്വംസനങ്ങൾ ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ച് വിദ്യ അഭ്യസിക്കാനും ഡിഗ്രി നേടുവാനും ജോലി കരസ്ഥമാക്കുവാനും വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി സാധാരണക്കാരായ ആൾക്കാര് പഠിച്ച് പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷയുടെ പേപ്പറുകൾ ഗവൺമെന്റിന്റെ ചില ഏജൻസികൾ വെളിയിൽ വിൽക്കുകയാണ്. സമ്പത്തുള്ളവന്റെ മക്കൾ അത് വാങ്ങി പരീക്ഷ എഴുതി വിജയിക്കുന്നു.
ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ച വിദ്യാർത്ഥികൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് രാജ്യത്തിന്റെ പ്രതിപക്ഷമോ മറ്റിതര പാർട്ടികളോ ഇത്ര കണ്ട് ഈ വിഷയത്തില് ഗമനിക്കാതെ വരികയും ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പരാതി കൊടുക്കുന്ന സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് പാറ്റകൾ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചത്. രാജ്യത്ത് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ജനാധിപത്യ അവകാശങ്ങൾ കടുത്ത വെല്ലുവിളി നേരിടുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നീതിക്കും വിദ്യാഭ്യാസ അവകാശത്തിനുമായി നടത്തുന്ന സമരവും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആശങ്കകളും രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഗൗരവമേറിയ വിഷയങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. യങ് ഡെമോക്രാറ്റ്സ് സംസ്ഥാന ജോയിന്റ് കൺവീനർ സൂരജ് റോയ്, സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങളായ അമീൻ അസീസ്, ബാസിദ് ആൽവി, മുഹ്സിന ലുക്മാൻ, SDPI ജില്ലാ സെക്രട്ടറി അഫ്സൽ MP, വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് അഷ്ന സലാഹുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. രാജ്യത്ത് വ്യവസ്ഥാപിതമായി പ്രഖ്യാപനം നടത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 18 വർഷമായിട്ട് ഈ രാജ്യത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുവാനും ഭയരഹിതമായ ഒരു ചലനാത്മകമായ സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്നതിന് കഴിഞ്ഞ 18 വർഷം കൊണ്ട് SDPIക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നിരന്തരം ഉയർന്നു വരുന്ന ചർച്ചകളിലൂടെ നമ്മൾ കണ്ടതാണ്. എന്നാൽ പാർട്ടിക്ക് പുതിയ ആശയ പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രചാരക വൃന്ദങ്ങളായിട്ട് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ കേവലം വോട്ട് ബാങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗവുമല്ല SDPIയെ സംബന്ധിച്ചിട്ട് യങ് ഡെമോക്രാറ്റ്സ് എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലാ കൺവീനറായി അൻഷാദ് അബ്ദുൽ കരീം, ജോയിന്റ് കൺവീനർമാരായി അൻവർ ഇസ്മായിൽ, ബിലാൽ ഹക്കീം, ചന്ദന രമേശ്, ഹിബ റിസ്വാന ബക്കർ, അഫ്സൽ ഖാൻ, കമ്മിറ്റി അംഗങ്ങളായി ആഷിഖ് പുഷ്പകണ്ഠം, അമീൻ നെടുങ്കണ്ടം, ത്വൽഹത്ത്, ആദിൽ സുഹൈൽ, അനസ് മുഹമ്മദ്, ഷാഹിദ് വണ്ടിപ്പെരിയാർ, അസ്ലം റസാഖ് എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലൈറ്റ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ കട്ടപ്പന മേഖലാ സമ്മേളനം മേരികുളത്ത് വെച്ച് നടന്നു. മേരികുളം ദീപ്തി സൗണ്ട് അങ്കണത്തിൽ വെച്ച് നടന്ന സമ്മേളനം സംഘടന ഇടുക്കി ജില്ലാ സെക്രട്ടറി K. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് സൗണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യം വെച്ചാണ് സംഘടന പ്രവർത്തിക്കുന്നത്. സംഘടനയുടെ കട്ടപ്പന മേഖലാ സമ്മേളനമാണ് മേരികുളം ദീപ്തി സൗണ്ട് അങ്കണത്തിൽ വെച്ച് നടന്നത്. സമ്മേളനം സംഘടനയുടെ ജില്ലാ സെക്രട്ടറി J. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് സംഘടനയുടെ കൊടിക്കീഴിൽ അണിനിരന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാലഘട്ടമാണ്. ഇന്ന് ഉച്ചഭാഷണ മേഖലയിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന 2-3 പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി മാറി വരുന്ന ഭരണാധികാരികളുടെ മുന്നിൽ നമ്മൾ പല പ്രാവശ്യമായി അവതരിപ്പിക്കുകയും നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അവരെല്ലാം നമ്മളുടെ ആവശ്യങ്ങളിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒന്നാമതായി എടുത്തു പറയേണ്ടത്, നമുക്കിന്ന് ജനറേറ്റർ വാഹനങ്ങൾ, മുൻകാലങ്ങളിൽ നമ്മുടെ ജനറേറ്റർ വാഹനങ്ങളെല്ലാം പ്രൈവറ്റാക്കി തന്നുകൊണ്ടിരുന്നു. ഇന്ന് അതിനൊരു മാറ്റം വന്നുകൊണ്ട് അവ മൊത്തത്തിലായി നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രാത്രി 10 മണി കഴിഞ്ഞ് ഉച്ചഭാഷിണി പ്രവർത്തിപ്പിച്ചാൽ ഉച്ചഭാഷണിക്കാരൻ്റെ മേലിലാണ് നടപടികൾ സ്വീകരിക്കുന്നത്. ഇതിനൊക്കെ എതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രി 10 മണിക്ക് ഉച്ചഭാഷിണി പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഉച്ചഭാഷിണിയുടെ ഉടമസ്ഥനല്ല. കാരണം നമ്മളെ ഒരു പരിപാടിക്കായി ഇല്ല ഒരു വർക്കിന് വേണ്ടി വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ഉച്ചഭാഷിണി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടായ പെർമിഷൻ എല്ലാം എടുക്കുന്നത് ആ സംഘാടകരാണ്. കട്ടപ്പന മേഖല വൈസ് പ്രസിഡന്റ്
കട്ടപ്പന മേഖല വൈസ് പ്രസിഡന്റ് ദിലീപ് പവിത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ജിജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി ബിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി ഗിരീഷ്, മേഖലാ ട്രഷറർ അരുൺ അശോക, സാബു, ആനന്ദ് കട്ടപ്പന എന്നിവർ പ്രസംഗിച്ചു. സംഘടനയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കുള്ള നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. കൂടാതെ സാമൂഹിക സേവന പ്രവർത്തനവും സംഘടനയുടെ ലക്ഷ്യങ്ങളാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ സംഘടനയുടെ ഭാഗമാണ്. സമ്മേളനത്തിൽ വെച്ച് ഭാവി പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു. നിലവിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല നേരിടുന്ന വെല്ലുവിളികളും പരിഹാരങ്ങളും ചർച്ചയായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച തൊടുപുഴയിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലിയും പ്രതിഷേധ യോഗവും നടത്തി. ബിജെപി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൂഫാൻ 2026 കായികമേള വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തി. ഒളിമ്പ്യൻ സിനി ജോസ് ഉദ്ഘാടനം ചെയ്തു. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാതല ജൂബിലി ക്വിസ് ജൂലൈ 29 നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഗാ അലുമിനി മീറ്റ് ഇല്യൂം 2026 കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. യങ് ഡെമോക്രാറ്റ്സ് ഇടുക്കി ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. തൊടുപുഴയിൽ സംഘടിപ്പിച്ച യൂത്ത് അസംബ്ലിയിൽ വെച്ചാണ് ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. SDPI ജില്ലാ പ്രസിഡന്റ് KH അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.